പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. വളരെ സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കഴിഞ്ഞ രാത്രിയിൽ ശാന്തമായ ഉറക്കം ദൈവം നൽകി. പ്രത്യാശയോടെ പ്രഭാതത്തിൽ ഉണർന്ന് നന്ദിയോടെ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം അവസരം നൽകി. ഇന്ന് പകൽക്കാലത്തെ ധ്യാനത്തിനായി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വചനം ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കാം. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു, അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ദീർഘവർഷങ്ങളായി കൂനിയായി ഇരിക്കുന്ന ഒരു സ്ത്രീ, അനേക നാളുകളായി ഭാരത്താൽ ഇവൾ ജീവിക്കുക. ഒന്ന് നിവർന്ന് നിൽക്കണം, ആളുകളുടെ മുഖത്തേക്കൊന്ന് നോക്കണമെന്നൊക്കെ ഈ സ്ത്രീക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവൾക്കത് കഴിയുന്നില്ല. കാരണം ഓരോ ദിവസവും അവളുടെ കൂന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. അവളുടെ എത്ര വർഷമായി കൂനിയായിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ട്. 18 സംവത്സരമായി. 18 വർഷമായിട്ട് രോഗബാധിതയായിരിക്കുന്ന ഒരു സ്ത്രീയാണ്. രോഗം ബാധിച്ചവൾ കുനിഞ്ഞുപോയി. മനസ്സിന്റെ ഭാരം കൊണ്ടവൾ കുനിഞ്ഞുപോയി. ആരുടെയും മുഖത്ത് നോക്കുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത്, യേശു കർത്താവ് അത് കണ്ടിട്ട് അവൾക്ക് സൗഖ്യം കൊടുത്തു. കൂനിയായ സ്ത്രീയെ അതേ യേശു രോഗബന്ധനത്തെ അഴിച്ചുവിട്ട് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തിന് മഹത്വം കരയേറ്റു. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, പലവിധ വിഷയങ്ങളാൽ നിങ്ങൾ ഇന്ന് കൂനിയ ഒരു അനുഭവമാണ്. എത്ര വർഷമായി നിങ്ങൾ തലകുനിച്ച് ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം, ശാരീരികമായ ചില രോഗം നമ്മെ കുനിപ്പിച്ചു കളഞ്ഞു. സാമ്പത്തിക ബാധ്യതകൾ നമ്മെ കുനിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായ ചില അനർത്ഥങ്ങൾ നമ്മളെ ആളുകളുടെ മുമ്പിൽ നോക്കുവാൻ കഴിയാതെ നമ്മൾ കുനിഞ്ഞു പോയ ചില അനുഭവങ്ങൾ, വ്യത്യസ്തമായ പ്രതികൂലങ്ങൾ വന്ന് നമ്മൾ കുനിഞ്ഞു പോയതായ സാഹചര്യം. ഒന്ന് നിവർന്നു നിൽക്കണം, ആൾക്കാരുടെ മുഖത്തേക്കൊന്ന് നോക്കണം, ദൈവാലയത്തിൽ ഒന്ന് പോകണം, മാർക്കറ്റിൽ ഒന്ന് പോകണം, ആളുകളൊക്കെ 4 പേർ കൂടുന്ന സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കാത്ത സാഹചര്യമല്ലേ നമുക്കിപ്പോൾ. കാരണം പല വിഷയത്തിൽ നമ്മളങ്ങ് കൂനിപ്പോയി, ഒതുങ്ങിപ്പോയിരിക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലം കൂനി നിൽക്കുന്ന, കുനിഞ്ഞുപോയ, എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ചു പോയ നമ്മെ നോക്കി യേശു കർത്താവ് പറയുകയാണ്, നിന്നെ കുനിപ്പിച്ച, നിന്നെ താഴ്ത്തി വെച്ച ബന്ധനത്തെ യേശു കർത്താവ് ഇന്ന് പകൽക്കാലം അടിക്കാൻ പോവുകയാ. ഏത് വിഷയമാകുന്ന ഭാരത്താലാണോ ദൈവവൈദ്യനെ നിന്റെ തല കുനിഞ്ഞു പോയത്, അതെന്തുമായിക്കോട്ടെ, യേശു കർത്താവ് പറയുന്നു, കുനിച്ച തലയെ ദൈവം ഉയർത്താൻ പോവുകയാ. നിന്നെ കുനിപ്പിച്ച ചില ബന്ധനങ്ങളുണ്ടല്ലോ, നിന്നെ ഒതുക്കി വെച്ച ചില ബന്ധനങ്ങളുണ്ടല്ലോ, നിന്നെ തകർത്തടിച്ച ചില ബന്ധനങ്ങളുണ്ടല്ലോ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് അഴിയപ്പെടുകയാ. പാപബന്ധനത്താൽ പാപിയായ മനുഷ്യന് ഒരിക്കലും അവൻ ദൈവം മുൻപാകെ അവൻ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയത്തില്ല. കാരണം അവന്റെ ഉള്ളിലുള്ള കുറ്റബോധം. എന്നാൽ ഇന്ന് പകൽക്കാലം യേശു കർത്താവ് പറയുന്നു, നിന്റെ പാപബന്ധനത്തെ കർത്താവ് അഴിക്കാൻ പോകുകയാ. പാപിനിയായ സ്ത്രീയെ യേശുവിന്റെ മുൻപിൽ കല്ലെറിയാനായി ആളുകൾ കൊണ്ടുവന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ്. അത് കേട്ടിട്ട് എല്ലാവരും ഓടിപ്പോയി. പക്ഷേ അവൾ അവിടെ തലകുനിച്ചിരിക്കുമ്പോൾ യേശു കർത്താവ് അവളെ എഴുന്നേൽപ്പിച്ചിട്ട് അവളോട് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, ഇനിയും നീ പാപം ചെയ്യരുത്. ഇന്ന് ഞാൻ നിന്റെ സകല പാപത്തെയും ക്ഷമിച്ചു നൽകിയ, നിന്റെ കുറവുകളെ ഞാൻ ക്ഷമിച്ചു നൽകുന്നു. എന്നാൽ ഇന്നു മുതൽ നീ തലയുയർത്തി ഒരു ദൈവത്തിന്റെ ഭയതരായി ജീവിക്കണം. സ്തോത്രം. പാപസ്വഭാവമുള്ള ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, മദ്യപാനത്തിന് അടിമകളായിരിക്കുന്നവർ, മ്ലേച്ഛതയിൽ അടിമകളായിരിക്കുന്ന എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ,
ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, യേശു കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവം, പുതിയ ജീവിതം, ഒരു പുതിയ സൃഷ്ടിയാക്കി നിങ്ങളെ തീർക്കുവാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ തല ഉയർത്തുവാൻ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ സന്തോഷമുള്ള ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല ഭർത്താവായി, ഒരു നല്ല കുടുംബനാഥനായി, അല്ലെങ്കിൽ ഒരു മാതാപിതാക്കന്മാർക്ക് നല്ലൊരു മകനായി, ഒരു മകളായി നിങ്ങളെ തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ഈ വർഷങ്ങളായി കൂനിയായിരുന്ന ഈ സ്ത്രീയെ യേശു കർത്താവ് സൗഖ്യം കൊടുത്ത് അവളുടെ തല ഉയർത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ തലയെ ദൈവം ഉയർത്താൻ പോകുക. നിങ്ങളുടെ കട്ടതയ്ക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുക. നിങ്ങളുടെ വേദനകളെ ദൈവം മാറ്റാൻ പോകുക. നിങ്ങളെ ഏത് വിഷയമാണോ നിങ്ങളെ കുനിപ്പിച്ചത്, ആ ബന്ധനത്തെ അഴിച്ച് യേശു കർത്താവിന്റെ പകൽക്കാലം നിങ്ങളെ ഉയർത്താൻ പോകുന്നു. ഈ കർത്താവിന്റെ പാദത്തിൽ വരുവാൻ, പാദപീഠത്തിൽ വരുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആകെ ആ ദൈവകരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കരങ്ങളിൽ അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുക, പ്രാർത്ഥിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കുനിഞ്ഞുപോയ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം ഇന്ന് പകൽക്കാലം ഉയർച്ച നൽകാൻ പോകുന്നു. ഏത് വിഷയത്തിലാണോ നിങ്ങൾ തളർന്നു പോയത്, ഏത് വിഷയത്തിലാണോ ഇന്ന് നിങ്ങൾ മനോവ്യസനത്താൽ ആരുടെയും മുഖത്ത് നോക്കുവാൻ കഴിയാതെ ഒറ്റപ്പെട്ട ഒരു മുറിയിൽ അടച്ചതുപോലെ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണോ നിങ്ങൾക്കുള്ളത്, എങ്കിൽ കർത്താവ് നിങ്ങളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. മറഞ്ഞിരുന്ന, ഒളിച്ചിരുന്ന അതേ ദാവീദിനെ ദൈവം യുദ്ധക്കളത്തിലേക്ക് നടുവിലേക്ക് കൊണ്ടുവന്ന് ഗോലിയാത്തിനെ തകർത്ത് കളയുവത്തക്ക നിലയിൽ ദാവീദിനെ ദൈവം ഉപയോഗിച്ചതുപോലെ നിങ്ങളുടെ മുൻപിൽ വരുന്ന ചില പ്രതികൂലങ്ങളെ തകർത്ത് കളയത്തക്ക നിലയിൽ ദൈവം നിങ്ങളെ മുൻപിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.